ഇനി എന്തെന്നാടോ അല്ല മോനെ ഇതാ നിങ്ങൾക്ക് ഇത് കട്ട് ചെയ്ത് തന്നെ എന്നാ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നാ ഇങ്ങോട്ട് വാങ്ങും പറഞ്ഞ എന്നാ 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 ഇനിയിപ്പോൾ എത്രയാ? എല്ലാവർക്കും എൻ്റെ ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് കല്ലുമ്മക്കായ ചോറ, അതായത് കല്ലുമ്മക്കായ പൊരിച്ചിട്ട്. അതിന് ഞാൻ ഒരു 10-15 കല്ലുമ്മക്കായ എടുത്തിട്ട് അത് പൊരിച്ചിട്ടാണ് ഞാൻ ചോറുണ്ടാക്കുന്നത്. ഇത് ഞാൻ യൂട്യൂബിൽ നിന്നൊന്നും കണ്ടതല്ല കേട്ടോ. ഒരു 10-20 കൊല്ലം മുന്നേ ഈ പാചക സഹായി എന്നും പറഞ്ഞിട്ടൊരു ബുക്ക് ഇറങ്ങിയിരിക്കുകയാണ്. അപ്പോൾ അതിൽ എല്ലാം ഉണ്ടാക്കുന്നത് ഇന്നത്തെ അൽഫാമും ബിരിയാണിയും പുഡിങ്ങൊന്നും ഇല്ലെങ്കിലും ഇങ്ങനത്തെ കുറേ ഐറ്റംസ് എല്ലാം ഉള്ള ഒരു പുസ്തകം അത്. അതിൽ നിന്ന് പഠിച്ചതാണ് ഞാൻ. കുറേ കല്ലുമ്മക്കായ ഉണ്ടാക്കുന്നത്, വേറെ കുറേ അപ്പത്തരത്തിൻ്റെ അതിലിപ്പോൾ ഇങ്ങനെ കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാൻ കല്ലുമ്മക്കായ നല്ലോണം അറന്ന് അതിൻ്റെ പാമ്പിനും തൊടലും പോക്കി ഗരം മസാലയും മഞ്ഞളും മുളകും ഉപ്പും പെരക്കി വെച്ച്, എന്നിട്ട് ഞാനത് പൊരിച്ചെടുത്ത് ആ വെളിച്ചെണ്ണയിലേക്ക് ആവശ്യത്തിനുള്ള ഉള്ളി, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് അതിലിട്ട് കൊടുത്ത്, തക്കാളി നോക്കുമ്പോൾ ഫ്രിഡ്ജിലില്ല, രാവിലെ തന്നെ ഇറക്കുമ്പോൾ കയ്യിലായിട്ട് അതങ്ങ് ഒഴിവാക്കി കളഞ്ഞ്. തക്കാളിയും കൂടെ ഇതിൽ വേണം. ജീരകം ഇട്ടുകൊടുത്ത്, എനിക്കിന്ന് ഗ്യാസിൻ്റെ മാസ്റ്റർ ചെയ്യാനോ അങ്ങനെ എന്തോ ഒരു സംഭവം ഉണ്ടല്ലോ, അത് ഇന്നലെ പോയിട്ട് തല ബോഡിയായിട്ട് വന്നതാണ്. ഇന്നിപ്പം പിന്നെ രാവിലെ 8:30 മണിക്കേക്ക് ചെല്ലും പറഞ്ഞിക്ക്. അപ്പോൾ മുഹമ്മദിന് ചോറ് നിർബന്ധമാണ്. അതുകൊണ്ടാണ് രാവിലെ തന്നെ കറികളൊന്നും ഉണ്ടാക്കാണ്ട്, ഇതാകുമ്പോൾ കറിയേണ്ട ഒന്നും ആവശ്യമില്ലല്ലോ. ഞാൻ ഈ മസാലേൻ്റെ അകത്തുനിന്ന് കുറച്ച് മസാല എടുത്ത് വെച്ചിട്ടുണ്ട്. മുഹമ്മദിന് ദോശക്ക് കൊടുക്കുക. മറ്റോനിക്ക് പിന്നെ എന്തും പ്രശ്നമില്ല. മുഹമ്മദ് പുറത്ത് പോകുന്നതാണെങ്കിൽ അല്ലെങ്കിലെല്ലാം എനിക്ക് നല്ല ഒഴിച്ച് കറിയോ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളെല്ലാം ഉണ്ട്. രണ്ടാളും തിന്നോട്ടെ എന്ന് വിചാരിച്ചിട്ട് അതിൽ നിന്ന് കുറച്ച് മസാല എടുത്ത് വെച്ച് എനിക്ക് ദോശയും ചുട്ട് ഈ ചോറും ഉണ്ടാക്കി വെച്ചിട്ടാണ് ഞാൻ ഗ്യാസിൻ്റെ അടുത്തേക്ക് പോയത്. ഓട്ടോറിക്ഷ വിളിച്ചിട്ട് ഉമ്മാനെയും കൂടിയും കൊണ്ടുപോകേണ്ടത് കൊണ്ട് ഓട്ടോറിക്ഷ വിളിച്ചിട്ട് വന്നിക്കില്ല. പിന്നെ നമ്മൾ സ്കൂട്ടി എടുത്ത് പോയി ടൗണിൽ വെച്ചിട്ട് ആടെ നിന്ന് നമ്മൾ ഓട്ടോറിക്ഷയും കൂട്ടിയിട്ടാണ് പോയത്. എന്തിനാ ഇത്രക്കാര്യം ചോറെന്ന് ചോദിച്ചാൽ, കോഴിക്കോടുള്ള ഒരു കുട്ടി ആടെ ഷോപ്പിലുണ്ട്. അപ്പോൾ ഓന് പൈസയും കൊടുത്ത് വാങ്ങണ്ടല്ലോ, ഓൻ്റെ കൂടിയും ചോറിങ്ങ് തന്നേക്കെന്ന് പറഞ്ഞിട്ട് എക്സ്ട്രാ ഇട്ടതാണ്. പക്ഷെ ഓനെ വിളിച്ചറിയാൻ പറഞ്ഞ് ഞാനിന്ന് നാട്ടിലേക്ക് പോകുന്ന ചോറ് വേണ്ട. അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു, എന്നാൽ വേറൊരാൾ വരുന്നുണ്ട്, ഓനിക്ക് കൊടുക്കാം. അതുകൊണ്ടാണ് ചോറ് അത്രയും കൊടുക്കുന്നത്. അവിടെ ചെന്ന് നോക്കുമ്പോൾ ആരുമില്ല. 13ാമത്തെ ടോക്കൺ നമ്പർ കാരുന്നുണ്ട്, 14ാമത്തെ ഉമ്മ, 15ാമത്തെ ഞാൻ. അതും കഴിഞ്ഞ് തിരിച്ച് വരുമ്പം കുട്ടികൾ കുറേ ദിവസമായി ഞാൻ സൈക്കിൾ കൊണ്ട് വരുമ്പം കൈ കാട്ടിയിട്ട് എന്തെങ്കിലും അങ്ങ് വാങ്ങിക്കുമെന്നെല്ലാം പറയുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ച് എന്തായാലും വാങ്ങിക്കില്ല, എന്തെങ്കിലും ഒരു 10 റുപ്യേൻ്റെ മുട്ടായി വാങ്ങട്ടെ. അങ്ങനെ ഞാൻ കുട്ടികളെ നിന്ന് മുട്ടായി വാങ്ങി. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരും. അതുവരേക്കും എല്ലാവർക്കും ടാറ്റാ, ബൈ. ഒന്നും കൂടി എന്താ ഓനിക്ക് കൊടുത്തിയേ? ഇനി എന്തെന്നാടോ അല്ല മോനെ ഇതാ നിങ്ങൾക്ക് ഇത് കട്ട് ചെയ്ത് തന്നെ എന്നാ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നാ ഇങ്ങോട്ട് വാങ്ങും പറഞ്ഞ എന്നാ എന്നാ ഇനിയിപ്പോൾ എത്രയാ?